പിന്നെ ഇകെ വിഭാഗം നേരത്തെ ശംസുലമന്റെ നിലപാടായിട്ട് പോവുകയാണ്. ഇപ്പൊ വരെന്താക്കി അതിനൊരു വിഭാഗത്തെ മെല്ലെ അടർത്തിയെടുത്ത്. കാരണം ഇവന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ആളുവാണല്ലോ വോട്ടിന്. പരമാവധി അടർത്തിയെടുത്ത് ഓലെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് ഓൽക്കുള്ള ഒരു ഇസ്സത്തും കൂടി നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ അപ്പൊ അവർ പ്രവർത്തിച്ചു. ആരോടും അടർത്തിയെടുത്ത് ആ വിഭാഗത്തിനുണ്ട് പറയും. ആരൊക്കെയാണത്? അതിന് നേതാക്കന്മാരുണ്ടാവല്ലോ, അടർത്തിയെടുത്തോലോ. എനിക്കറിയാലോ ആരൊക്കെ അടർത്തിയെടുത്ത്. പച്ച കള്ളം പറഞ്ഞാൽ പറയടോ, തെളിവ് വെച്ച് സംസാരിക്കടാ. ആണാണെങ്കിൽ കളവ് ഇങ്ങനെ പറയാ. ഇതല്ല മുമ്പ് പറഞ്ഞ ഒരേ അടുക്കാൻ പാടില്ല, ഒരേ കൂടാൻ പാടില്ല. ഇന്ത്യ ഒരു കേട്ടില്ലേ? ഈ എത്ര സ്ഥലത്ത് പ്രസംഗിച്ചിനി? എടാ പറ ചീജ് പറഞ്ഞിട്ടില്ലേ? മമ്പാട് ചീജ് പറഞ്ഞിട്ടില്ലേ? എത്ര സ്ഥലത്ത് ഇത് പറയണങ്ങായി? ഇത് എൻ്റെ വാക്കൊന്നും ചെവി കൊണ്ടില്ലേ? അത് കൊള്ളൂല. അതെന്താ എൻ്റെ വാക്കും പയ ചാക്കും ഒരേ മാതിരിയാന്ന് ഓൽക്കും അറിയാം. ഒരു കൂടിക്കണോ ചെയ്യാന്നുള്ള വേറെ വിഷയം. പച്ച നോണ അറിയാം, തെളിവ് ഹാജരാക്ക്. അതല്ല മാന്യത. ആര് കൂടി? ആ ഭാഗത്തുള്ള ആരൊക്കെയാണ് ഇപ്പുറത്ത് കൂടിയത്? ആളുണ്ടാവുമല്ലോ, കൂടിയ ആൾക്കാർ നേതാക്കന്മാരും പ്രവർത്തകന്മാരൊക്കെ ഉണ്ടാവുമല്ലോ. എന്തിനാണ് ചങ്ങായി ഇങ്ങനെ കളവ് പറയണോ? മരിച്ചോണ്ടേ എന്നിട്ട് തൊലീക്കത്തെന്ന് പറഞ്ഞ് നടക്കുക. തൊള്ളി നിർത്താ നുണ പറയാം. എന്താ നിങ്ങൾ ഇബ്ലീസിന്റെ തൊലീക്കത്ത് വെച്ച് പറഞ്ഞല്ലോ. സാക്ഷാൽ ഇബ്ലീസും ഇബ്ലീസിന്റെ അനുയായികളും ആണ് നിങ്ങൾ എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. നിങ്ങളെ വാദം വെച്ചാൽ പറയുന്നുണ്ട്. കളവ് മാത്രം. എന്തെല്ലാമാ കുഞ്ഞാമ്മക്ക് എന്തെല്ലാം പറഞ്ഞേ? കുഞ്ഞാമ്മ എല്ലായിടത്തും പറഞ്ഞ എന്തെല്ലാമാ കുഞ്ഞാമ്മതൊക്കെ പറയണ്ടേ? അതൊക്കെ ഒരു മതത്തിന്റെ പേരിൽ വരാൻ പറ്റുമോ? ഒരു മുസ്ലിമിന് വരാൻ പറ്റുമോ? എന്നല്ലേ തലയിൽ കെട്ടിക്കാണ്ട്. എന്താ പാവം സാധു ഒരു നിരാശാ കാമുകന്റെ മുഖത്തേക്ക് നോക്കിയുള്ള മാതിരിയുണ്ട്. കാരണം ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയിട്ട് പകലന്തിയോളം പണിയെടുക്കാണ്. നേരം വെളുത്താൽ ഈ ചട്ടി മാത്രം കുടിക്കും കൈക്കോട്ടും കൊണ്ട് അങ്ങാടികളിൽ പോയി കുഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ ആർപ്പും കൂടി കൂട്ടണം. പിന്നെ പിറ്റത്തെ ദിവസം ഉണ്ടാകുന്ന പരിപാടികളിലേക്കുള്ള മാറ്റർ തയ്യാറാക്കാൻ ബഹുമാനപ്പെട്ട പേരോടുസ്താദ് അടക്കമുള്ള നമ്മൾ ആലിമീങ്ങളുടെ പ്രസംഗം മുഴുവൻ തപ്പിപ്പിടിച്ച് അതിന് വല്ലതും കിട്ടോ ഒപ്പിച്ചാൻ കഴിയോ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് മാറ്റി മുറിച്ച് ഒപ്പിച്ച് ഏച്ചൂട്ടി ഉണ്ടാക്കണം. ഇങ്ങനെ കഷ്ടപ്പെട്ട് എടങ്ങേറാകണം എന്തിനാ? നമ്മളെ പ്രസ്ഥാനത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊക്കെ കഴിയണില്ല. എന്നാലാണെങ്കിലോ മറുവിഭാഗം സമസ്തക്കാരിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ നമ്മൾ അടർത്തി മാറ്റാൻ നമുക്ക് കഴിയും ചെയ്ത്. ഈ കുരുവട്ടൂരി അടുത്ത പാടി മുഴുവൻ വള്ളത്തിലായിന്. പക്ഷേ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞേക്കാം, മഹാനരായ ശംസുൽ ഉലമ നടന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലാണ് നമ്മളൊക്കെ നടക്കേണ്ടത്. ആ വഴിയിൽ നിന്ന് വിട്ട് 89-ൽ പുറത്തുപോയി ഈ നിരീശ്വരവാദത്തോട് വരെ സഹകരിച്ചു പോകുന്ന ടീമുമായി ഏതെങ്കിലും ഒരു രൂപത്തിൽ ബന്ധമുണ്ടാക്കിയാൽ ഇതാകെ നാശവും. ഇതിൽ വേറൊരു രസം കിട്ടോ, ഈ കാട്ടുവളപ്പിൽ കാട്ടുകള്ളൻ ഇത് പ്രസംഗിക്കുന്നത് എടണ്ണോപ്പാറ വെച്ചിട്ടാ. എന്നിട്ട് നമ്മളോട് ബന്ധമുണ്ടാക്കരുത് എന്നാ പറഞ്ഞത്. ശംസുൽ ഉലമയുടെ ആളുകൾ നമ്മളോട് ബന്ധം ഉണ്ടാക്കരുത് എന്നാണ് പോയിട്ട് കാര്യമായിട്ട് പ്രസംഗിച്ചത്. ഒറ്റ കാര്യം ഞാൻ പറയാന്ന് പറഞ്ഞിട്ടാ മൂപ്പര് ഓരോട് പറഞ്ഞെടുത്ത്. പക്ഷെ ഇപ്പൊ ഈ ചങ്ങായി തന്നെ പറയണ്ടല്ലോ, അതിൽ നിന്നുള്ള നല്ലൊരു വിഭാഗത്തിന് നമ്മൾ അടർത്തിയെടുത്ത് നമ്മളിപ്പം കൂടിയെന്നൊക്കെ. അതിന്റെ തുടക്കം ഇടുന്ന അതും ഈ എടവണ്ണപ്പാറ വെച്ചിട്ടാ. ഈ ചങ്ങായി അവിടുന്ന് മെച്ചായിക്കന്മാരുടെ നിർദ്ദേശപ്രകാരം മൈക്കിയായിട്ട് അവിടുന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അപ്പൊ അതിന് തുടങ്ങി അവിടുന്ന് പ്രശ്നം, ഈ സജറ സുഹാബി പ്രശ്നം തുടങ്ങി അവിടുന്ന. എന്നിട്ട് ഇപ്പൊ ഈ ചങ്ങായിക്ക് ഇപ്പൊ തന്നെ പറയേണ്ടി വന്നില്ലേ? ഇപ്പൊ ആ ഒറ്റ കാര്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു കൊടുത്തിട്ടും ഒരൊറ്റ സ്വീകരിച്ചില്ല. ഒക്കെ അറബിക്കടക്ക് തള്ളിപ്പം ഒക്കെ അതിനൊരു നല്ലൊരു വിഭാഗം നമ്മളിപ്പോ കൂടെയാണല്ലോ. എന്താണാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു നിരാശാ കാമുകന്റെ ഒരു മുഖം കണ്ടാല് ഇതൊക്കെ ഇപ്പൊ തൂറ്റിപ്പോയി. മനസ്സിലായോ? ഇതുമാതിരി എത്ര പ്രസംഗം തൂറ്റിപ്പോയിട്ടുണ്ട് ഈ വിഷയം പറഞ്ഞുകൊണ്ട്. ഒരേ ബന്ധാകാൻ പാടില്ല, അയക്കാൻ പാടില്ല, ഇവിടെ ആകെ നാശാവും. നിങ്ങൾ ഒരിക്കലും പോകരുതിട്ടോ. ശംസുൽ ഉലമയിൽ നമുക്ക് മാതൃക എന്താണ്? ഓരെ മാറ്റിയിരുത്തണം എന്നൊക്കെ കവലാന്തരം പ്രസംഗിച്ച ഈ ചങ്ങായിനിപ്പം വന്ന് പറയുകയാണ് അതിലൊരു വിഭാഗം ഇവരപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ പണിയെടുത്തതൊക്കെ എന്തായി? പത്തിലായി ജനം സമ്മതിക്കലല്ല ചങ്ങായി. എൻ്റെ വാക്കും പഴയ ചാക്കും കീറച്ചാക്കും ഒരേ മാതിരിയൊന്നുമില്ല. എൻ്റെയും കുഞ്ഞമ്മീൻ്റെ അൻവൻ്റെ ഒക്കെ നിങ്ങൾ എത്ര സ്ഥലത്ത് വോളിട്ടിനി, ആർത്ത് വിളിച്ചിനി. ഇപ്പം എന്തായി? അതൊന്നും കാര്യമില്ലാതെ മജേസിന് പറഞ്ഞ മാതിരി കാര്യമില്ലാന്ന് മനസ്സിലായി, ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. ഒരു കാലത്തും ഐക്യാകാത്ത എസ്കക്കാർ വരെ നമ്മളോട് ഐക്യമായിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ നിങ്ങളൊന്ന് അറിയിച്ചു നോക്കി.